ഇപ്പൊ ഇതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ആൽമണ്ട് മിൽക്ക് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ളതെല്ലാം വീട്ടിലുണ്ടാക്കണം എന്നുള്ളവർക്ക് ഈ കാണുന്ന ആറ്റംബർഗിന്റെ ആൽത്തിയ കോൾഡ് പ്രസ് ജ്യൂസർ നല്ലൊരു ചോയ്സ് ആണ്. ഇതിലൂടെ അടിച്ചിട്ട് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പോഷകങ്ങളൊന്നും കളയാതെ കിട്ടും. 3 സ്റ്റെപ്പ് അസംബ്ലി, ഈസി ടു ക്ലീൻ, ഓട്ടോ റിവേഴ്സ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ഫീച്ചർ, LED ഇൻഡിക്കേഷൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. എല്ലാം കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് മേക്കിങ്ങും കാണാം. ആറ്റംബർഗിന്റെ എല്ലാ പ്രോഡക്റ്റും വരുന്നത് ഇതുപോലെ നൈസ് പാക്കിങ്ങിലാണ്. ഇതിൽ തന്നെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിനുള്ളിലായിട്ട് ഹോപ്പർ, ജ്യൂസ് ചാമ്പർ, ജ്യൂസ് കളക്ടർ ജാറ്, പൾപ്പ് കളക്ടർ ജാറ്, അപ്പർ ഫിൽറ്റർ, ലോവർ ഫിൽറ്റർ, ഓഗർ, ക്ലീനിങ് ബ്രഷ്, പിന്നെ ബേസ് യൂണിറ്റ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി ഇത് അസംബിൾ ചെയ്യുന്ന കൂടെ ഞാൻ കാണിച്ചു തരാം. നേരെ ലോവർ ഫിൽറ്ററിലേക്ക് അപ്പർ ഫിൽറ്റർ ഇതുപോലെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ജ്യൂസ് ചാമ്പറിലേക്ക് ഇങ്ങനെ അങ്ങ് വെക്കുക. അതിന്റെ മേലേക്ക് ഓഗർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹോപ്പർ എടുത്തിട്ട് ജ്യൂസ് ചാമ്പറിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഇതെല്ലാം കൂടെ എടുത്ത് ബേസ് യൂണിറ്റിലേക്ക് അങ്ങ് വെച്ച് അപ്പൊ ഇതുപോലെ ഒരു ബീപ് സൗണ്ടും കേൾക്കാം. എന്നിട്ട് ഇതുപോലെ കളക്ടർ ജാർ എടുത്ത് 2 സൈഡിലും വെച്ച് കൊടുത്താൽ സംഭവം റെഡി. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ നല്ല മിഡ് നൈറ്റ് ബ്ലാക്കിൽ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന സിമ്പിൾ ആൻഡ് കോമ്പാക്ട് ഡിസൈൻ ആണ്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു ഫിനിഷിംഗും എടുത്തു പറയേണ്ടതാണ്. ബോഡി എല്ലാം ABS മെറ്റീരിയലും ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ്. ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ജ്യൂസറിന്റെ ടോട്ടൽ സൈസും വെയിറ്റും. 1.2 ലിറ്റർ ആണ് ഹോപ്പറിന്റെ കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം സാധനങ്ങൾ ഒരുമിച്ച് ഒരേ സമയം ഇടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈമും ഒരുപാട് നമുക്ക് സേവ് ചെയ്യാം. 200 വാട്ട്സ് പവറിൽ 40 RPM വർക്ക് ചെയ്യുന്ന ഇന്റലിജന്റ് DC മോട്ടർ ആണ് ഇതിലുള്ളത്. ഈ കോൾഡ് പ്രസ് ജ്യൂസറിന് 2 ഇയർ പ്ലസ് 1 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി കമ്പനി തരുന്നുണ്ട്. ഈ ജ്യൂസറിന് ഒരുപാട് സേഫ്റ്റി ഫീച്ചറുകൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജ്യൂസിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ ഇൻഗ്രീഡിയൻസ് സ്റ്റക്ക് ആയാൽ അത് ശരിയാക്കാനായിട്ട് ഈ ജ്യൂസറിൽ തന്നെ ഓട്ടോ റിവേഴ്സ് ടെക്നോളജി ഉണ്ട്. അതിന് പറയുന്നത് ഇന്റലി റവ് എന്നാണ്. അഥവാ സ്റ്റക്ക് ആയാൽ ഇത് ഓട്ടോമാറ്റിക് റിവേഴ്സ് ആയി കറങ്ങി അത് സോൾവ് ചെയ്യും. നമ്മൾ മാനുവൽ ആയിട്ട് എടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ ജ്യൂസർ തന്നെ അതൊക്കെ സോൾവ് ചെയ്തോളും. ഇവിടെ ഈ റവിലേക്ക് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആയി കറങ്ങുകയും ചെയ്യും. പിന്നെ ഓട്ടോ ലിഡ് ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് ഈ ലിഡ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലോ ഹോപ്പർ പ്രോപ്പർ ആയിട്ട് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലോ ജ്യൂസർ ഓൺ ആകില്ല. ഇവിടെ ഇതുപോലെ റെഡ് ഇൻഡിക്കേഷൻ കാണിക്കുകയും ബീപ്പ് സൗണ്ട് ഉണ്ടാകുകയും ചെയ്യും. ഈ ബട്ടണിൽ പലതരത്തിലുള്ള LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെച്ചതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ വൈറ്റ് കളർ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഓറഞ്ച് കളറാണ് ഗ്ലോ ചെയ്യുന്നതെങ്കിൽ അത് റിവേഴ്സിലാണെന്നും മോട്ടർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ യെല്ലോ കളർ കാണിക്കും. ഇനി ജ്യൂസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലൂ കളറും കാണിക്കും. ഇനി ഇതിൽ ഞാൻ കുറച്ച് ജ്യൂസ് ഒക്കെ അടിച്ചിട്ട് കാണിച്ചു തരാം. ഇതിൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ജ്യൂസ് ചെയ്യാൻ പറ്റും. അതും പീസ് ആയിട്ട് കട്ട് ചെയ്യുക പോലും വേണ്ട, ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എക്സാമ്പിൾ ആയിട്ട് ഇതുപോലെ ക്യാരറ്റ്, ആപ്പിള് അങ്ങനെയുള്ളതെല്ലാം. ഇതിലൂടെ കിട്ടുന്ന ജ്യൂസിന് ബെറ്റർ ടേസ്റ്റ് കിട്ടാൻ അതിന്റെ എല്ലാം സീഡ്സ് ഇതിലേക്ക് ഇടുന്നതിന് മുന്നേ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. ജ്യൂസ് എടുക്കാൻ സിമ്പിൾ ആണ്. വേണ്ടത് ഇട്ട് കൊടുക്കുക, ക്ലോസ് ചെയ്യുക, ഓൺ ചെയ്യുക. ഇതുപോലെ യാതൊരു ബ്ലോക്കും ഇല്ലാതെ ജ്യൂസ് ലഭിക്കുന്നുണ്ട്. ട്രഡീഷണൽ ജ്യൂസറുമായി കമ്പയർ ചെയ്യുമ്പോൾ ആറ്റംബർഗിന്റെ ഈ ജ്യൂസർ 40 RPM വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം അതിലുള്ള പോഷകങ്ങളെല്ലാം നിലനിർത്തി മാക്സിമം ജ്യൂസ് ലഭിക്കുകയും ചെയ്യും. എന്നാൽ മോട്ടറൈസ്ഡ് ജ്യൂസർ വളരെ ഫാസ്റ്റ് സ്പീഡിലാണ് റൺ ആകുന്നത്. അതുകൊണ്ട് തന്നെ ജ്യൂസിനെ ഓക്സിഡൈസ് ചെയ്യും. മാത്രമല്ല എല്ലാ പോഷകങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. അത് മാത്രമല്ല ഈ ആറ്റംബർഗിന്റെ ജ്യൂസറിൽ വളരെ കുറഞ്ഞ പൾപ്പിൽ ഫ്രഷ് ജ്യൂസ് ആണ് കിട്ടുന്നത്. ചിലതിന്റെ ഈ ചണ്ടി വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി, ചട്നി ഇതിനൊക്കെ വേണമെങ്കിൽ നേരിട്ട് യൂസ് ചെയ്യാം. അത്രക്കും ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് മാത്രമല്ല ഇതിൽ നമുക്ക് നട്ട്സ് മിൽക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ആൽമണ്ട് മിൽക്ക്, കാഷ്യൂനട്ട് മിൽക്ക് അങ്ങനെയുള്ളതൊക്കെ. ആൽമണ്ട് 5 to 6 hours വെള്ളത്തിലിട്ട് വെച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രീമി ആൽമണ്ട് മിൽക്ക് റെഡി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ജ്യൂസർ പെട്ടെന്ന് ഡാമേജ് ആവാതിരിക്കാൻ ഇത് നല്ല ഹാർഡ് ആയുള്ള സാധനങ്ങൾ, അതേപോലെ വാട്ടർ കണ്ടന്റ് കുറവുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ഫുൾ യൂണിറ്റ് ഇതേപോലെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. ക്ലീൻ ചെയ്യുമ്പോൾ ഈ ജ്യൂസർ ചാമ്പറിന്റെ താഴെയായിട്ട് ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതൊന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ട് വരും. അതിന്റെ ഉള്ളിലുള്ള വേസ്റ്റും ഇതേപോലെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ജ്യൂസ് ചെയ്യുന്നതിലെ പോഷകങ്ങളൊന്നും കളയാതെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു ജ്യൂസർ ആണ് ആറ്റംബർഗിന്റെ ഈ ആൽത്തിയ കോൾഡ് പ്രസ് ജ്യൂസർ. പിന്നെ ആറ്റംബർഗിന്റെ സർവീസും നല്ലതാണ്. എനിക്ക് പേഴ്സണൽ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ആറ്റംബർഗിൽ നിന്ന് കിട്ടിയത്. ഇനി ഇതിന്റെ ലൈവ് ആയുള്ള പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള ജ്യൂസർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അതേപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളതും കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.
ബൈ.